ഇന്നലെ വരെ മാധ്യമങ്ങളോടുള്ള CPIMന്റെ നിലപാട് ആ നിലപാടായിരിക്കില്ല ഇനി അങ്ങോട്ട് എന്ന് ഉറപ്പിച്ചു പറയുകയാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. അദ്ദേഹം ഒരു മുന്നറിയിപ്പ് നൽകുന്നു കേരളത്തിലെ മാധ്യമങ്ങൾക്ക്. ഇന്നലെ വരെ നിങ്ങൾ ഞങ്ങൾക്കെതിരെ കള്ളപ്രചാരണങ്ങൾ നടത്തിയിട്ടുണ്ട്. വ്യാപകമായ രീതിയിൽ വാർത്തകൾ തമസ്കരിക്കുകയോ അതല്ലെങ്കിൽ പൊലിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ട് CPIMന് എതിരെ. അതേപോലെ ഒരു കേന്ദ്രത്തിൽ നിന്ന് തയ്യാറാക്കുന്ന വാർത്ത അതേപോലെ എല്ലാ മാധ്യമങ്ങളിലും ഒരുപോലെ അച്ചടിച്ച് വരികയും ചെയ്തിട്ടുണ്ട്. അക്ഷരങ്ങൾ പോലും മാറാതെ, വാക്കുകൾ പോലും മാറാതെ എല്ലാ മാധ്യമങ്ങളും ഒരേപോലെ ഒരേ തലക്കെട്ടോടുകൂടി എങ്ങനെ വാർത്തകൾ നൽകുന്നു എന്ന ചോദ്യം നിരന്തരം മാധ്യമങ്ങളോട് ചോദിക്കാറുണ്ട്. മാധ്യമങ്ങൾ കള്ളവാർത്ത നൽകിയാൽ അത് നിഷേധിച്ചുകൊണ്ട് ഒരു വാർത്താക്കുറിപ്പിറക്കും. അതാണ് CPIMന്റെ രീതി. ഇനി അങ്ങനെയല്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു CPIM. ഇനി കളി മാറും. ഈ കളി ഇതുപോലെ തുടരാൻ കഴിയില്ല. ഇനി കളി മാറുക തന്നെ ചെയ്യും. കള്ളവാർത്തകൾ നൽകിയാൽ അതിനെതിരെ കർശന നിലപാടെടുക്കും. നേരത്തെ ചെയ്തതുപോലെ ഒരു വാർത്താക്കുറിപ്പിൽ അല്ലെങ്കിൽ നിഷേധക്കുറിപ്പിൽ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് എതിരെയുള്ള ഒരു വിമർശനത്തിൽ കാര്യങ്ങൾ ഒതുക്കില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. എല്ലാ ദിവസവും ഇങ്ങനെ തോന്നിയ വാർത്തകൾ പ്രസിദ്ധീകരിക്കുക, ആ വാർത്ത എല്ലാവരും വായിച്ചുകൊള്ളണമെന്ന് നിർബന്ധം പിടിക്കുക, അതിനെതിരായിട്ട് ശക്തിയായ നിയമ നടപടികൾ സ്വീകരിക്കും. അതിനുവേണ്ടിയാണ് ഇപ്പം ഇത് തന്നത്. വിശ്വാസമില്ല, അതുകൊണ്ടല്ലേ. വിശ്വാസം ഉണ്ടായാലും നിങ്ങൾ കൊടുക്കുന്ന വാർത്ത പറയാമല്ലോ. ഇത്തരത്തിലുള്ള കള്ളപ്രചാരവേല നടത്തിക്കൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾക്കെതിരായിട്ട് ഇനി വർത്തമാനം പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല, നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നു, ഞങ്ങളുടെ മുന്നിൽ രണ്ടു വഴി മാത്രമാണുള്ളത്. ഇത്തരം പ്രചാരണങ്ങളെ രാഷ്ട്രീയമായി നേരിടുക. അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നേരത്തെ തന്നെ തുടങ്ങിയതാണ്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി അതുമാത്രമല്ല വഴി. ഇനിയുള്ള വഴി നിയമപരമായി നേരിടുക എന്നതുകൂടിയാണ്. നിയമപരമായി നേരിടുക എന്ന് വെച്ചാൽ ഇതുവരെ CPIM ആ ഒരു വഴി സ്വീകരിച്ചിരുന്നില്ല, തെരഞ്ഞെടുത്തിരുന്നില്ല. മാധ്യമങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട്. ആ മാധ്യമങ്ങളുടെ രാഷ്ട്രീയം കോർപ്പറേറ്റ് രാഷ്ട്രീയമാണ്. അവർ എപ്പോഴും CPIMനെതിരെയാണ്. അതുകൊണ്ട് തന്നെ ഈ വാർത്താ പ്രചരണത്തിന് എതിരെ എതിർപ്രചാരണം നടത്തുക എന്നതാണ് CPIMന്റെ രീതി. എതിർപ്രചാരണം അവർക്ക് അവരുടെ രീതിയിൽ കഴിയാവുന്ന രൂപത്തിൽ എന്ന് വെച്ചാൽ CPIMന്റെ വിവിധ പോഷക സംഘടന നടത്തുന്ന മാധ്യമങ്ങളുണ്ട്, CPIM നേരിട്ട് നടത്തുന്ന ദിനപത്രം അടക്കമുള്ള മാധ്യമങ്ങളുണ്ട്, TV ചാനലുകളുണ്ട്. അതിലൂടെ അവർ അവരുടേതായ രീതിയിൽ പ്രചാരണങ്ങൾ സംഘടിപ്പിക്കും. അതോടൊപ്പം തന്നെ ജനങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. പൊതുയോഗങ്ങളിലൂടെ, അതോടൊപ്പം തന്നെ കുടുംബയോഗങ്ങളിലൂടെ, അതോടൊപ്പം ജനറൽ ബോഡി പാർട്ടി അംഗങ്ങൾക്ക് മാത്രം വിളിച്ചേർക്കുന്ന ജനറൽ ബോഡിയിലൂടെ, പാർട്ടി അനുഭാവികളുടെ യോഗങ്ങളിലൂടെ ഒക്കെ ഇതിനെതിരെ വ്യാപകമായ പ്രചാരണം CPIM എന്ന സംഘടനാ മെഷീനറി ഉപയോഗിച്ച് അവർ ചെയ്യും. ആ മെഷീനറി, ആ സംഘടനാ സിസ്റ്റം വളരെ ശക്തമായതുകൊണ്ട് ഇത്തരം പ്രചാരണങ്ങളെ അതിജീവിക്കാൻ പലപ്പോഴും CPIMന് കഴിഞ്ഞിട്ടുമുണ്ട്, എന്നാൽ ചിലപ്പോൾ കഴിയാതെ പോയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അത്തരമൊരു പ്രചാരണ രീതി മാത്രമല്ല, നിയമപരമായ വഴിയും സ്വീകരിക്കും എന്ന മുന്നറിയിപ്പാണ് മാധ്യമങ്ങൾക്ക് നൽകുന്നത്. മാധ്യമങ്ങൾ ഇതുവരെ CPIMൽ നിന്ന് ഇത്തരമൊരു മുന്നറിയിപ്പ് കേട്ടിട്ടില്ല. ഇനി കളി മാറും എന്ന് ഉറപ്പിച്ചു പറയുകയാണ്. കഴിഞ്ഞ ദിവസം നടന്ന വാർത്താ സമ്മേളനത്തിൽ 3 പ്രാവശ്യമാണ് MV ഗോവിന്ദൻ മാസ്റ്റർ നിയമ നടപടിക്കെതിരെ സൂചന നൽകിയത്. 3 പ്രാവശ്യം കൃത്യമാണ്. CPIM തീരുമാനിച്ച് പറയുന്നതാണ് എന്ന് മാധ്യമങ്ങളെ ബോധ്യപ്പെടുത്താനാണ് അദ്ദേഹം നിയമ നടപടിയെക്കുറിച്ച് 3 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞത്. പതിവ് പോലെ ഇത്തരം വാർത്തകൾക്കെതിരെയുള്ള പ്രചാരണ രീതി CPIMന്റെ സംഘടന ശക്തി ഉപയോഗിച്ച് നടത്തുന്ന പ്രചാരണം അത് തുടരും. അതിന് പുറമെയാണ് പുതിയ വഴി സ്വീകരിക്കാൻ CPIM നിർബന്ധിതരായിരിക്കുന്നത് എന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. അതിന് കാരണമായത് തൃശ്ശൂരിലെ CPIM ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് മരവിപ്പിച്ചതുമായി ബന്ധപ്പെട്ട കേസാണ്. ആ കേസിൽ CPIMന് യാതൊരു തെറ്റും പറ്റിയിട്ടില്ല എന്ന് പിന്നീട് ബോധ്യപ്പെട്ടു. അതിൻ്റെ കത്തുകൾ, ബാങ്ക് നൽകിയ കത്തുകൾ മാധ്യമപ്രവർത്തകർക്ക് നൽകുകയും ചെയ്തു. CPIMന് ഒരു പാൻ നമ്പർ മാത്രമേ ഉള്ളൂ. ഇന്ത്യയിലെമ്പാടും ആ പാൻ നമ്പറാണ് ഉപയോഗിക്കുന്നത്. ആ പാൻ നമ്പർ രേഖപ്പെടുത്തുമ്പോൾ ബാങ്ക് ഉദ്യോഗസ്ഥരെ പറ്റിയ ഒരു തെറ്റ്, ആ തെറ്റിൻ്റെ പേരിൽ CPIM ക്രൂശിക്കപ്പെടുന്നു. ഒന്നും അന്വേഷിക്കാതെ എന്താണോ ആദായ നികുതി വകുപ്പ് നൽകുന്ന വാർത്തകൾ, അതല്ലെങ്കിൽ അവർ നൽകുന്ന വാട്സപ്പ് സന്ദേശങ്ങൾ, അതല്ലെങ്കിൽ ED നൽകുന്ന വാട്സപ്പ് സന്ദേശങ്ങൾ, അത് വെച്ച് CPIMനെ കടന്നാക്രമിക്കുക. CPIMൽ നിന്ന് 1 കോടി രൂപ ആദായ നികുതി പിടിച്ചെടുത്തു എന്ന് വാർത്തകൾ നൽകുക. എന്താണ് സംഭവിച്ചത്? ഈ പാൻ നമ്പർ രേഖപ്പെടുത്തുന്നതിൽ ബാങ്ക് ഉദ്യോഗസ്ഥന് വന്ന തെറ്റ്, ആ തെറ്റിൻ്റെ പേരിലാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് എന്നത് ഒരു വസ്തുതയാണ്. അത് തെറ്റായിപ്പോയി എന്ന് കാണിച്ച്
ബാങ്ക് തന്നെ CPIM-ന് കത്ത് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആദായ നികുതി വകുപ്പും അക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് വെച്ച് ഒന്ന് ബാങ്കിൽ അന്വേഷിക്കാതെ, ഒന്ന് ബാങ്ക് ഉദ്യോഗസ്ഥരോട് ചോദിക്കാതെ ഏകപക്ഷീയമായി ആദായ നികുതി വകുപ്പ് നൽകുന്ന വാർത്തകൾ അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ അതുപോലെ വെണ്ടക്ക നിരത്തുന്ന രീതി, ആ രീതി ഇനി തുടരാൻ കഴിയില്ല എന്ന ഉറച്ച നിലപാടിലാണ് CPIM ഉള്ളത്. അത് തുടരുക തന്നെ ചെയ്യുമെന്ന് ആവർത്തിച്ചു പറയുകയാണ് CPIM ഇപ്പോൾ. ഏതായാലും ഇനി കളി മാറുക തന്നെ ചെയ്യും. ഇന്നലെ വരെ CPIM സ്വീകരിച്ച, മാധ്യമങ്ങളോട് സ്വീകരിച്ച നയമല്ല ഇനി സ്വീകരിക്കാൻ പോകുന്നത്. അത് ഒരു നയം മാറ്റം തന്നെയാണ്. എന്താണോ CPIM-നെതിരെ കള്ളവാർത്തകൾ വരുന്നത് അതിൻ്റെ ഉറവിടം കണ്ടെത്തുന്നതുവരെ, അത് കണ്ടെത്തി അവർ ശിക്ഷിക്കുന്നതുവരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ CPIM തീരുമാനിച്ചിരിക്കുന്നു എന്നത് മാധ്യമങ്ങളോടുള്ള CPIM-ന്റെ കാതലായ മാറ്റം തന്നെയാണ്. അതൊരു നയം മാറ്റമായി നമുക്ക് വ്യാഖ്യാനിക്കുന്നതിലും തെറ്റില്ല.